ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ, അതും കൂടുതൽ പുതുമയോടെ. കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ്, ഡിസ്പ്ലേ സിസ്റ്റംസ്, സൈൻ ബോർഡ്സ്, വെഹിക്കിൾ ഗ്രാഫിക്സ്, ഇൻഷോ ബ്രാൻഡിംഗ്, സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ്, അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ്, വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ്, ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ്, എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ്, ഓഫ്സെറ്റ് പ്രിന്റിംഗ്, ക്ലോത്ത് പ്രിന്റിംഗ്, ഫാബ്രിക്സ്, ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ്, ഇൻഡോർ സൈനേജുകൾ, വുഡ്, അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ, മഗ്, പേന പ്രിന്റിംഗ്, കീ ചെയിൻ, ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ്, ടീഷർട്ട് പ്രിന്റിംഗ്, സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുട കീഴിൽ ലഭിക്കാൻ ബന്ധപ്പെടൂ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ്. ലെതർ, ടയർ, മരം, ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു. ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ്, മച്ചിങ്ങൽ ലൈൻ, MG റോഡ്, തൃശൂർ. ഫോൺ 9605127000, 9605147000. വടക്കാഞ്ചേരി നഗരസഭയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം പുഴയിലേക്ക് മറിഞ്ഞതും 2 ജീവനുകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടതുമായ വാർത്ത നടുക്കത്തോടെയാണ് നാട് കണ്ടത്. അപകടത്തിൽപ്പെട്ട PR അരവിന്ദാക്ഷന്റെയും സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഹരിതകർമ്മസേന അംഗങ്ങളുടെയും ഒപ്പം നാട്ടുകാരുടെയും പ്രതികരണം കാണാം. PV സമീർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമ്മുടെ ഈ വടക്കാഞ്ചേരി പുഴയിലാണ് മുനിസിപ്പാലിറ്റി ചെയർമാൻ ഫ്ളാഗ് ഓഫ് ചെയ്തിട്ട് ഡ്രൈവർ ബിന്ദുവും പിന്നെ കൗൺസിലർ അരവിന്ദാക്ഷനും വന്നിട്ട് വീണത്. ഇന്നലെ നവഗാന്ധി കടയുടെ ഉദ്ഘാടനമായിരുന്നു. അപ്പോൾ ഇവിടെ ചെയർമാൻ വന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു. വണ്ടി ഹരിതകർമ്മസേനയിലത്തെ ഒരു ചേച്ചിയാണ് വണ്ടിയിൽ കയറിയത്. ജസ്റ്റ് ഒന്ന് മെല്ലെ എടുത്താൽ ഇങ്ങനെ ചെറുനാരങ്ങ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ആളതുമ്പോൾ ഇങ്ങനെ ഒന്ന് ഇതാക്കി വണ്ടി ഒന്ന് മെല്ലെ അനങ്ങി. പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ വണ്ടി പോയി. ഇവിടുന്ന് വണ്ടി നേരെ പോയി പുഴയിൽ പോയി. എന്തായാലും പുഴയിൽ നമ്മൾ ആ ഒരു മാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെയും മറ്റ് ചാനലുകളിലൊക്കെ ഈ വാർത്ത കണ്ടപ്പോൾ ആ വീഴ്ചയുടെ ആഘാതവും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്ര മാത്രമുള്ളതാണെന്നുള്ളതാണ്. രക്ഷിക്കാനൊപ്പം ഇവിടെ നിന്നിരുന്ന ഒരു ചേട്ടൻ വെള്ളത്തിലേക്കൊപ്പം ചാടി. അവര് പിന്നെ രണ്ടാളും ഇങ്ങനെ കയറി പോന്നു. പിന്നെ അവരെ ഞങ്ങൾ കയറ്റി സാരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിടിച്ച് കയറ്റി. വണ്ടി കിടന്നോട്ടെ. ഇവിടുത്തെ ബോർഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഷോപ്പിന്റെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു വണ്ടി കയറ്റി ഇങ്ങോട്ട് നിർത്തിയിരുന്നു. ഇവിടെ തന്നെ ഫ്ലാഗ് ഓഫ് ചെയ്യാമെന്ന് കരുതിയിരുന്നു. ആ ചേച്ചിക്ക് കയ്യിരുന്ന എന്തോ അബദ്ധം പറ്റിപ്പോയി. ഇങ്ങനെ നേണ്ടെണ്ണം വിട്ടുപോയി. ഹരിതകർമ്മസേനയുടെ വണ്ടി ഓടിക്കുന്ന ആൾ തന്നെയാണ് ആള്. വലിയൊരു ദുരന്തമാണ് ഒഴിവായിപ്പോയത്. ഒരു ചെറിയൊരു മുൻകരുതൽ എഞ്ചിൻ്റെ ഭാഗത്ത് വേറെ എവിടെയെങ്കിലും ഒരു ടെസ്റ്റ് ഡ്രൈവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തതിന് ശേഷം എടുത്തിട്ട് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്തായാലും വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്കൊരു ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം. വർഷങ്ങളോളമായി 2-3 വർഷമായിട്ട് ഇലക്ട്രിക് വാഹനം ഓടിക്കുന്ന ബിന്ദു, അത് വനിതകളുടെ യൂണിറ്റ് എന്നുള്ള നിലയ്ക്ക് അവരും അതിലൊരു അംഗമാണെന്നുള്ള നിലയ്ക്ക് അവരാണ് വണ്ടി ഓടിക്കുന്നൊരു സംഗതി. ആ സമയത്തൊന്ന് ധൈര്യത്തിന് എന്നോടും കയറിയിരിക്കാൻ പറഞ്ഞു. ഇപ്പുറത്ത് ഞാനും കയറിയിരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇലക്ട്രിക് വാഹന സാധനം പിന്നെ എന്താ ഉണ്ടായെന്ന് അറിയില്ല. നേരെ പുഴയിലേക്ക് പോകാനുണ്ടായിട്ടുള്ളത്.
എന്തോ ആ സമയത്ത് എനിക്ക് ഡോറിൻ്റെ ഹാൻഡിൽ പിടിച്ച് ചവിട്ടി തുറക്കാൻ പറ്റി. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പുറത്തേക്ക് വരാൻ പറ്റി. ഒപ്പം ബിന്ദും ആ എൻട്രൻസ് കൂടിയാണ് പുറത്തേക്ക് വന്നത്. കുറച്ച് ദൂരം നിന്നപ്പോഴേക്ക് ഈ വണ്ടിയുടെ ടോപ്പ് വശം തന്നെ പിടിക്കാൻ പറ്റി. അവിടേക്ക് ഒരാൾ മറ്റേ KSW ഡ്രൈവർ പുഴയ്ക്ക് എടുത്ത് ചാടി. ഒപ്പം തന്നെ ബിന്ദു തിരിഞ്ഞു നോക്കും ബിന്ദുണ്ട്. അങ്ങനെ ബിന്ദുവിന് വാഹനത്തിന് മുകളിൽ കയറ്റിയിരുന്നു. ഞാൻ പിന്നെ നേരെ നീന്തി തന്നെ മുകളിലേക്ക് കയറി. നീന്തറിയോ? വണ്ടി അവിടെ കിടന്നോട്ടെ, വണ്ടി കിടന്നോട്ടെ. ആ ബിന്ദു അതിന് എന്തെങ്കിലും ടെക്നിക്കൽ കാരണങ്ങൾ കൊണ്ട് ഈ ഡോറ് തുറക്കാൻ പറ്റാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ഭവിഷ്യത്ത് 2 ജീവൻ തന്നെ അപകടത്തിൽ വിട്ടുപോകും. എന്തോ ഭാഗ്യം കൊണ്ട് അത് ഡോറ് തുറന്നിട്ട് അദ്ദേഹത്തിനും ചേച്ചിക്കും പുറത്തേക്ക് വരാൻ സാധിച്ചു. അത് തന്നെ വലിയൊരു ദൈവാധീനം എന്നാണ് പറയാൻ സാധിക്കും. അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമീസ് കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. വിവിധ തരം ദോശ വെറൈറ്റികൾ, സ്വാദിഷ്ടമായ പലഹാരങ്ങൾ, ഉച്ചയൂണ്, വീട്ടിൽ ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ, ഇഡ്ഡലി, ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമീസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു. എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട്. മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമീസ് കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു. സ്വാമീസ് കിച്ചൺ 4 ബിൽഡിംഗ്, ചേലക്കര. ഫോൺ 7356566954.